ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനും പിന്നെ നല്ല മൊരുമൊരിഞ്ഞ മീൻ വറുത്തതും കൂട്ടിയുള്ള ഒരു ഊണാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഊണിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് പരിപ്പും തക്കാളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറിനൊക്കെ ചേർക്കുന്ന തോരൻ പരിപ്പില്ലേ, അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ തോരന് വേണ്ടിയിട്ട് മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഇത് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട കാരണം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ കൊഴുവ നന്നായിട്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അരി അടപ്പത്തേക്ക് ഇട്ട് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ മുതിര ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത്. ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിൽ പരിപ്പ് കഴുകി വാരിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരേ സമയം നമുക്കിത് രണ്ടും വെന്ത് കിട്ടും. അപ്പോൾ ഈ മുതിരയുടെ വെള്ളം പരിപ്പിലേക്ക് ചേരാതിരിക്കാൻ വേണ്ടി ഒരു മൂടി നമ്മൾ പരിപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ഇനി നമുക്ക് മീനിലേക്ക് പൊടികളൊക്കെ പുരട്ടി വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1 നാരങ്ങയുടെ പകുതി നീര്, പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പുരട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നതൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ചോറ് പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. കറിക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 4 വിസിലായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പോൾ അതിൻ്റെ എയറൊക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടായി ഇരിപ്പുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് ആ പാത്രം മാറ്റിയെടുക്കാം. മുതിരയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാകാൻ വയ്ക്കാം. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എണ്ണ അവിടെ ഇരുന്ന് ചൂടാകട്ടെ.
എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഇത്തിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. പിന്നെ നമുക്ക് മീൻ ഒന്നുകൂടി ശരിക്കും തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചാറുകറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ജീരകവും പിന്നെ ചുവന്നുള്ളി, വറ്റൽമുളക്, നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള, പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 1 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മുടെ വാളംപുളി കുതിർത്തി വെച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അധികം തിക്കായിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഊണ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി തോരനും മൊരിഞ്ഞ മീൻ വറുത്തതും ഒഴിച്ചുകറിയും പിന്നെ നമ്മുടെ ഒരു അടിപൊളി മാങ്ങ ഉപ്പിലിട്ടതും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഇതിൽ ഞെരടി കഴിക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.